എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ യുഎയില് നിങ്ങൾ ജോലി അന്വേഷിച്ച് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ്. അപ്പോൾ യുഎയില് ജോലി അന്വേഷിച്ച് വന്നോന്നിരിക്കുന്നവർക്കൊക്കെ അറിയാം, വരാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. യുഎയില് നമ്മൾ വരാനിരിക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു ഏജൻസിനെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്. ഒരു ഏജൻസിയുടെ ആവശ്യം തന്നെ ജോലി കിട്ടാനായിട്ട്, എസ്പെഷ്യലി നേഴ്സസിന് ജോലി കിട്ടാനായിട്ട് നമുക്ക് ഏതൊരു ഏജൻസിയുടെ ആവശ്യമില്ല. അപ്പോൾ ഏജൻസിനെ കാര്യങ്ങളൊന്നും സമീപിക്കരുത്. പിന്നെ അവര് കുറെ പറയും അവിടെ ജോലിയുണ്ട് ഇവിടെ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ക്യാഷും കാര്യങ്ങളും ഇതാക്കും. പക്ഷെ അവര് വിസയും കാര്യങ്ങളൊക്കെ എടുത്തു തരും. പക്ഷെ നമുക്ക് പറഞ്ഞ പോലത്തെ ജോലി ഓഫറോ കാര്യങ്ങളോ ഒന്നും അല്ലായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും ഒരു ഏജൻസിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ജോലി അന്വേഷിച്ച് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ലൈസൻസ് എടുത്തിട്ട് വരിക. അതായത് നമ്മുടെ എലിജിബിലിറ്റിയുടെ പ്രോസസ്സിംഗ് വരെ എത്തിയിട്ട് എലിജിബിലിറ്റി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ആ എലിജിബിലിറ്റി ഉണ്ടാവണം. അല്ലാണ്ട് വൺസ് ഒരു എക്സാം മാത്രം എഴുതിയിട്ട് മാത്രം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ശരിയാവില്ല. അപ്പൊ നിങ്ങൾക്ക് വെറുതെ ടൈം വേസ്റ്റും നിങ്ങളിപ്പോൾ അഥവാ വിസിറ്റിങ്ങിലാണ് എടുത്തു വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം വേസ്റ്റും കാര്യങ്ങളും വെറുതെ ആവും. ഇവിടെ വന്നിട്ട് നിങ്ങൾ എലിജിബിലിറ്റി കാര്യങ്ങൾക്ക് വീണ്ടും കൊടുക്കുമ്പോൾ അതിന് വീണ്ടും ടൈം എടുക്കും. എലിജിബിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരിക്കലും ജോലി കിട്ടില്ല. അപ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി കാര്യങ്ങൾ എക്സാം എഴുതിയതിനു ശേഷം ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എലിജിബിലിറ്റി എന്ന് പറയുന്ന സംഭവം, എലിജിബിലിറ്റി ലെറ്റർ എടുക്കുക. അത് വൺസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നേഴ്സസിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നാട്ടിലെ അറ്റസ്റ്റേഷൻ, അതായത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ കഴിഞ്ഞിട്ട് വരിക. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോ നീഡ് ടു വെയിറ്റ്. ആ ഒരു സംഭവം ഇല്ലാണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ചിലരൊക്കെ എന്ത് ചെയ്യുന്ന അറിയോ, എസ്പെഷ്യലി ഞാനൊക്കെ ഇവിടെ ആദ്യം വന്നപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ആരും പറഞ്ഞു തരാനും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എലിജിബിലിറ്റി എടുത്തില്ലായിരുന്നു, DH എക്സാമും കൂടി എഴുതി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. പിന്നെയാണ് എനിക്ക് ജോലി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ എലിജിബിലിറ്റി ലെറ്റർ വന്നത്. അപ്പോഴാണ് എനിക്ക് എലിജിബിലിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധോദയം ഉണ്ടായി എന്ന് പറയാം. അപ്പൊ അത് ആരും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എലിജിബിലിറ്റി എടുക്കണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ജോലിയിൽ എടുക്കുള്ളൂ, ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലൈസൻസിന്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വരാനിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡാറ്റ ഫ്ലോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് വൺസ് ഒന്ന് കൊടുക്കുക. അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ എലിജിബിലിറ്റി എടുത്തിട്ട് വരികയാണ് ഏറ്റവും നല്ലത്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മൊഫയും കൂടി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ ആ ഒരു ഡോക്യുമെന്റ്സിന് കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് അലയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് ജോലിക്ക് അന്വേഷിച്ച് ഓരോ സൈറ്റും കാര്യങ്ങളും ആ എലിജിബിലിറ്റിയും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, സൈറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു CV അല്ല, ഒന്നിൽ കൂടുതൽ CV. ഞാൻ ഓൾറെഡി എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്ഥലത്തും ഓരോ CVകളാണ്, എല്ലായിടത്തും ഒരു CV കൊടുക്കരുതെന്ന്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള CV ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ ഒരു 2-3 മോഡൽ CVകൾ ഉണ്ടാക്കുക. ഒന്ന് ഹോം കെയറിലേക്കുള്ള ഒരു CV, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഹോം കെയർ ബേസ്ഡ് ആയിട്ടുള്ള CV ഉണ്ടാക്കുക. അപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള CV മേക്കേഴ്സ് കൊടുത്തിട്ട് നിങ്ങളുടെ കണ്ടന്റ് പറഞ്ഞു കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള CV ഉണ്ടാക്കുക. ക്ലിനിക്സിലേക്ക് ഒരു CV ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഹോം കെയർ അങ്ങനത്തെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു CV ഉണ്ടാക്കുക. പിന്നെ നിങ്ങളുടെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ വെച്ചിട്ട് ഒരു CV ഉണ്ടാക്കുക. അപ്പോൾ CV ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. CV പ്രോപ്പർ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് CV ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ BLS സർട്ടിഫിക്കറ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ BLS നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് BLS വേണം. എല്ലായിടത്തും തന്നെ BLS ചോദിക്കും. അതുകൊണ്ട് BLSും എടുത്തു വയ്ക്കുക. 2 ഇയർ വാലിഡിറ്റി ആണ് BLSനുള്ളത്. ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടും എലിജിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഏത് കൺസേൺ ആയിട്ടുള്ള ഇതിലേക്കാണോ അപ്രോച്ച് ചെയ്തെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പറഞ്ഞു തന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, BLS, അതുപോലെ തന്നെ നിങ്ങളുടെ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയത്, എലിജിബിലിറ്റി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ കഴിഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, ജോലി അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരിക. അല്ലാണ്ട് ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാന്നുള്ളത് ഒരിക്കലും ആയിരിക്കരുത്. പിന്നെ നാട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസീവ് കുറവായിരിക്കും കമ്പയറിംഗ് ടു ഇവിടെ വന്ന് ചെയ്യുമ്പോൾ. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇന്ത്യൻ എംബസിക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഡബിൾ ചാർജ് ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ എക്സ്ട്രാ കോസ്റ്റ് ചെലവായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത്. നമ്മൾ ഓൾറെഡി ജോലി ഇല്ലാണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാം അവിടുന്ന് തന്നെ നന്നായിട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താക്കാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക,
നടന്നു പോയി അന്വേഷിക്കുക. നടന്നു പോയിട്ട് നിങ്ങൾ ഓരോ സ്ഥലത്തും പോയി അന്വേഷിക്കാം. ഇപ്പോ ഫ്രഷേഴ്സിനെ അടക്കം എടുക്കുന്നുണ്ട്. മുന്നേ 6 മന്തെങ്കിലും എക്സ്പീരിയൻസും കൂടി വേണമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഫ്രഷേഴ്സിനൊക്കെ നമ്മുടെ ഹെൽത്ത് കെയർ എസ്പെഷ്യലി നഴ്സസിനെയൊക്കെ ഇപ്പോൾ ഫ്രഷേഴ്സിനെ ഹോസ്പിറ്റലിലടക്കം ഗവൺമെന്റ് ഹോസ്പിറ്റലടക്കം ഫ്രഷേഴ്സിനെ എടുക്കാന്നുള്ളൊരു റൂള് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അന്വേഷിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. അപ്പൊ ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പക്കായിട്ട് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, അന്വേഷിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസിറ്റിംഗ് വിസ എക്സ്പയർ ആവുന്ന കാര്യം നോക്കുക. അപ്പോഴേക്കും നിങ്ങൾ എവിടെയെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും. ലെസ് സാലറി ആയിരിക്കും, പക്ഷെ സാലറി നിങ്ങൾ ഒരിക്കലും ഫ്രഷർ ആയിട്ട് വരുമ്പോൾ സാലറി ഹൈ ആയിട്ട് പ്രതീക്ഷിച്ച് വരരുത്. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഹൈ സാലറി പ്രതീക്ഷിച്ച് വരരുത്. എപ്പോഴും ഒരു മിനിമം സാലറി നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ സാലറി കിട്ടുമല്ലോ, അപ്പൊ അതിനനുസരിച്ചിട്ട് വരിക. എന്നിട്ട് നിങ്ങൾ കിട്ടുന്ന ജോലിയിൽ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളുടെ വിസിറ്റിംഗ് വിസ വീണ്ടും റിന്യൂ ചെയ്തിട്ട് നിങ്ങളുടെ ക്യാഷ് കളയരുത്. ഏതെങ്കിലും ഒരെണ്ണം നല്ലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കയറിയിട്ട് ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. എന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു നല്ല ജോലിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ജോലിയിലേക്ക് കയറാം. അപ്പൊ കുറച്ചും കൂടി സാലറി ഹയർ ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നടന്നു പോയി അന്വേഷിക്കുക. മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുക. മാക്സിമം മെയിൽ ഐ ഡിസുകളൊക്കെ രാവിലെ തന്നെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓരോ ഈച്ച് സ്പെഷ്യാലിറ്റിക്കും ഈച്ച് സി വികൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു നല്ല സി വി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ റെഫറൽ ലെറ്ററും കൂടി ഉണ്ടാക്കുക. ആ റെഫറൽ ലെറ്ററിന്റെ ഇത് വേണമെങ്കിൽ മോഡൽ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്താൽ മതി റെഫറൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു മോഡൽ അയച്ചു തരാം. അതായത് സി വി അയക്കുന്നതിന് മുന്നേ നിങ്ങളൊരു സബ്ജക്റ്റിന്റെ അവിടെയായിട്ട് ഈ ഒരു കാര്യം കൂടി ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സി വിയും കൂടി ഇതാക്കിയിട്ട് എന്ത് ചെയ്യുക, മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് ആ ഒരു മെയിൽ തുറക്കുമ്പോൾ തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ളൊരു അതായത് ഒരു കവർ ലെറ്റർ ഇല്ലേ, കവർ ലെറ്റർ പോലുള്ളതും കൂടി വെച്ചിട്ട് എന്ത് ചെയ്യുക, മെയിൽ ഐ ഡിയിലേക്ക് സി വി സെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. വെറും പ്ലെയിൻ ആയിട്ടുള്ള സി വി സെൻഡ് ചെയ്യണേക്കാട്ടും നല്ലൊരു കവർ ലെറ്ററും കൂടി വെച്ചിട്ട് അയക്കുകയാണെങ്കിൽ മോർ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിത്തിൻ 1 മന്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ജോലി അന്വേഷിക്കുക. ഒരു സ്ഥലത്ത് തന്നെ ഫോക്കസ് ചെയ്യാണ്ട് പല സ്ഥലങ്ങളിലും പോവുക. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ദുബായിലേക്കാണെങ്കിൽ ദുബായിൽ പല സ്ഥലങ്ങളും ഉണ്ട്. അതായത് ദുബായ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇതാണ്. അത് കുറെ ഏരിയകളുണ്ട്. അപ്പൊ അവിടെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ തൊട്ട് നടക്കുക. രാവിലെ തൊട്ട് വൈകിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഏരിയ എല്ലാം കവർ ചെയ്തിട്ട് നോക്കുക. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഓരോരോ ഏരിയകൾ നോക്കാം. അപ്പൊ ഏതൊക്കെ ഏരിയയിലാണ് ക്ലിനിക്സ് കാര്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഉള്ളതെന്ന് അറിയണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടാൽ മതി. ഞാൻ പറഞ്ഞുതരാം ക്ലിനിക്സ് ഒക്കെ കൂടുതലുള്ള സ്ഥലം, ഹോസ്പിറ്റലുകളൊക്കെ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ ലൊക്കേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വന്ന ഉടനെ തന്നെ ഒരു മെട്രോ കാർഡ് എടുക്കുക. അതിനാകെ എത്ര ദറംസ് ഉള്ളൂ, ഇപ്പൊ 50 ദറംസ് ആണുള്ള ഒരു മെട്രോ കാർഡ് എടുക്കാനായിട്ട്. അങ്ങനെ ഒരു മെട്രോ കാർഡ് എടുത്താൽ 50 ദറംസ് നിങ്ങളുടെ മെട്രോയിൽ കാർഡിൽ ചാർജ് ആവും. അപ്പൊ ആ 50 ദറംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെട്രോ യൂസ് ചെയ്താൽ മതി. ബസ് ഉണ്ട്, അതിന് എല്ലാ ഏരിയയിലും ബസ്സുകളും ഉണ്ട്. ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഏത് ലൊക്കേഷനാന്നുള്ളത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ് ഏതാ മെട്രോ ഏതാന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഇതാക്കാം. പിന്നെ വരുന്നതിന് മുന്നേ ആയിട്ട് നല്ലൊരു സിം, നിങ്ങളുടെ വിസ വെച്ചിട്ട് വിസിറ്റിംഗ് വിസ വെച്ചിട്ട് ഒരു സിം കാർഡ് എടുക്കുക. യു എയിലെ ആ ഒരു സിം കാർഡിന്റെ നമ്പർ നിങ്ങൾ നിങ്ങളുടെ സിവിയിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എപ്പോഴും നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ കോൾ ആയിരിക്കും വരുന്നുണ്ടാവുക. മെയില് അധികം ലെസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കോൾ ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്പർ മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളുടെ വിസിറ്റിംഗ് വിസ കാണിച്ചിട്ട് ഒരു സിം കാർഡ് എടുക്കുക. ആ സിം കാർഡിന്റെ നമ്പർ, ആ യു എയിലെ നമ്പർ നിങ്ങളുടെ സി വിക്കകത്ത് കൊടുക്കുക. അപ്പൊ അതിനകത്ത് അവർക്ക് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങൾ നെറ്റ് എന്ത് ചെയ്യാം, ഇപ്പൊ ഒരു എത്തിസലാത്തൊക്കെ എടുക്കുവാണെങ്കിൽ, എത്തിസലാത്താണെങ്കിൽ ഡു ആണെങ്കിലും എത്തിസലാത്തിൽ ഞാൻ പറയാം ഒരു 5 രൂപ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർ ഡേ ഒരു 2 ദറംസ് ഒക്കെ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ കുറച്ച് അത് മതി. അങ്ങനെ നെറ്റ് എടുത്തിട്ട് ലൊക്കേഷൻ കാര്യങ്ങൾ നോക്കുക. അതിനനുസരിച്ചിട്ട് പോയിട്ട് നിങ്ങൾ അവിടെ ഒരു മടി കൂടണ്ട. അവിടെ അപ്പൊ നമ്മൾ ആട്ടി ഇറക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒരു മടിയും കൂറാണ്ട് അവിടെ കയറിയിട്ട് ഇവിടെ വേക്കൻസി ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇല്ലെന്ന് പറയും. അപ്പൊ ഇവിടുത്തെ മെയിൽ ഐ ഡി ഒന്ന് തരാമോ എന്ന് ചോദിക്കുക, വാങ്ങുക, മെയിൽ ഐ ഡി കളക്ട് ചെയ്ത് വെക്കുക. തിരിച്ച് റൂമിൽ വന്നതിന് ശേഷം വൈകിട്ടും സെൻഡ് ചെയ്യുക. രാവിലെ എണീറ്റിട്ടും അത് ഏത് സ്പെഷ്യാലിറ്റി ക്ലിനിക് ആണോ ഹോസ്പിറ്റലാണോ ഏതാ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സി വി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, കവർ ലെറ്റർ വയ്ക്കുക, അയച്ചു കൊടുക്കുക.
അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഓരോരോ ഏരിയയിൽ കുറെ ക്ലിനിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം പോയിട്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് എന്ത് ചെയ്യുക, നോക്കുക, കവർ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇന്നിപ്പോ നടന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അതുപോലെ ബാക്കി ഏതൊക്കെ ഭാഗത്തുണ്ടെന്ന് നോക്കുക, നടക്കുക, അന്വേഷിക്കുക. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ക്ലിനിക്കിൽ കിട്ടും, അത്യാവശ്യം സാലറിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് 100% കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ അന്വേഷിച്ച് എനിക്ക് ജോലി കിട്ടിയത് തന്നെയാണ്. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാര്യങ്ങൾ അവിടെ ഒന്നും ഡയറക്റ്റ് സിവിയും കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. അത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പോർട്ടൽ വഴി എന്താ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അത് റിസ്ക് ആണോ അങ്ങനെയാണോ എന്നൊന്നും ചുമ്മാ ആലോചിക്കരുത്. നിങ്ങൾ എന്തിനാ വന്നിട്ടുള്ളത്, ജോലി അന്വേഷിച്ചാണ് വന്നിട്ടുള്ളത്. നല്ല സാലറി ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വൺസ് ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാനും പെട്ടെന്ന് ജോയിൻ, ഓഫർ ലെറ്റർ വന്നിട്ട് ജോയിൻ ചെയ്യാനും, ഇപ്പൊ നമ്മുടെ വിസിറ്റിംഗ് വിസയൊക്കെ തീരാനാവുകയാണെങ്കിൽ നമുക്കിപ്പോ ഈ ഒരു ഡോക്യുമെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അറ്റസ്റ്റേഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർ വീണ്ടും നീട്ടിക്കൊണ്ടുപോകും. അപ്പൊ നമുക്ക് വീണ്ടും വിസിറ്റിംഗ് വിസ നമ്മുടെ പൈസ എടുത്ത് റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ റിസ്ക് ഒന്നും എടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആക്കി നമ്മളെല്ലാം പക്ക റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്റർവ്യൂ സെലക്ടഡ് ആയിട്ടെങ്കിൽ നമുക്ക് വേഗം എന്ത് ചെയ്യാം, അവിടെ ജോയിൻ ചെയ്യാം. അവിടുത്തെ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് സാലറിയും എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ മേടിക്കാം. അപ്പൊ നമ്മൾ വന്ന ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഒരു പുതിയതായിട്ട് വരാനായിട്ട് ഇരിക്കുന്നവർക്ക് എനിക്ക് തരാനുള്ള ടിപ്പ് എന്നുള്ളത്. ഇതുപോലത്തെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു.